പ്രവാസ ലോകത്തും സൈബർ ആക്രമണങ്ങൾക്ക് കുറവില്ലെന്നാണ് റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയിലെ പരിഹാസവും ഭീഷണിയും അതിരുവിട്ടപ്പോൾ അഭിനയവും നൃത്തവും ഉപേക്ഷിച്ച കൊല്ലം സ്വദേശി ടോണിക്ക് പറയാനുള്ളത് കണ്ണീരിൻ്റെ നനവുള്ളൊരു കഥ. UAE-ലെത്തിയ ശേഷവും സൈബർ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ടോണി. ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ കലാപ്രകടനവുമായി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ശ്രദ്ധേയ സാന്നിധ്യമായി. എന്നാൽ സൈബർ ബുള്ളിയിങ് കാരണം അന്നുണ്ടായിരുന്ന ജോലി വരെ നഷ്ടപ്പെട്ട കഥയാണ് ടോണിക്ക് പറയാനുള്ളത്. നാട്ടിൽ സ്റ്റേജ് ഷോയും ഒപ്പം മേക്കപ്പും ഒക്കെയായി കഴിയുന്നതിനിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കലശലായപ്പോൾ കുടുംബത്തെ നോക്കാനായി വിമാനം കയറിയതാണ് ടോണി. ദുബായിൽ ഒരു ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഒഴിവു സമയത്ത് സന്തോഷത്തിനായി ടിക്ടോക്കിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തു തുടങ്ങിയത്. സ്ത്രീ കഥാപാത്രങ്ങളുടെ വീഡിയോകളായിരുന്നു കൂടുതലും ചെയ്തിരുന്നത്. വീഡിയോകൾ വൈറലാവാൻ തുടങ്ങിയതോടെ ടോണിയുടെ കഷ്ടകാലവും തുടങ്ങി. ഞാൻ കൂടുതൽ ഫീമെയിൽ ടച്ചുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റോടാണ്. ഫീമെയിൽ ഓറിയന്റഡ് വീഡിയോകളാണ് ചെയ്തുകൊടുക്കുന്നത്. മേക്ക് ഓവർ അങ്ങനെയുള്ള വീഡിയോകളാണ് കൂടുതലും ക്രിയേറ്റീവ് ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെ കമന്റും ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് വന്ന് ഡയറക്റ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ജോലി വരെ പോയി ഒരു കാരണം കൊണ്ട്. ഒരു പരിചയമില്ലാത്ത ആളുകൾ ഫേക്ക് ഐഡികളിൽ നിന്ന് കുടുംബത്തിലെ അംഗങ്ങളെ പോലും വിടാതെ ചീത്ത പറയുന്നത് കേട്ട് തകർന്നു പോയ നിമിഷങ്ങൾ. പച്ചയ്ക്കുള്ള തെറികൾ മീൻസ് നമ്മളെ പറഞ്ഞാലും പ്രശ്നമായി. വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഹേറ്റിംഗ് ആണ്. കാരണം നമ്മൾ ഈ പ്രവാസിയായിട്ട് വന്ന് ഇവിടെ നിന്നിട്ട് മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അവരെ ഒരു കൊണ്ടുപോലും നോവിക്കരുതെന്നാ. പക്ഷെ നമ്മളെ കുറിച്ച് അറിയത്തില്ല, നമ്മൾ എന്താണെന്ന് അറിയത്തില്ല, അറിയാത്ത ആളുകൾ വന്ന് അമ്മാതിരിയുള്ള വൃത്തികേടുകൾ പറയുമ്പോൾ കുറെയൊക്കെ ഞാൻ സ്ക്രീൻഷോട്ടുകളാക്കി ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. ഒടുവിൽ സഹികെട്ട് വീഡിയോ ചെയ്യുന്നത് നിർത്തേണ്ടിയും വന്നു. ജോലിയും നഷ്ടപ്പെട്ടു. എന്തിനാണ് ഇങ്ങനെ ആളുകൾ ഉപദ്രവിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നും അന്ന് അനുഭവിക്കേണ്ടി വന്ന വിഷമം ഇപ്പോൾ ഓർക്കുമ്പോഴും കണ്ണ് നിറയുമെന്നും ടോണി പറയുന്നു. അതാണ് ജെൻഡറിനെ ഒക്കെ വെച്ചിട്ട് കളിയാക്കൽ. എന്തിനാണ് നീയൊക്കെ നിന്നെയൊക്കെ കൊല്ലണം, പച്ചയ്ക്ക് കിട്ടിയ കത്തിക്കണം, ഒരുപാട് പറയുമ്പോൾ അത് നമുക്കൊരു നമ്മള് ഇവരൊക്കെ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. പക്ഷെ വരുന്ന കമന്റ്സുകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് ഒരു ടോണിയുടെ മാത്രം കഥയല്ല. ഇത്തരത്തിലുള്ള നിരവധി ടോണിമാരാണ് ഈ പ്രവാസ ലോകത്തും ഓരോ നിമിഷവും സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത്. ദുബായിൽ നിന്നും ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.